പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദേവി അജിത്, ചേച്ചിയുടെ മനസ്സിൽ ഗൗൺ ഇടാൻ തോന്നുന്നെങ്കിൽ ചേച്ചി ഇടണം. കൊതി തീരാണ്ട് മരിച്ചു പോകുന്നതിന് ഭേദമല്ലേ? തുടക്കത്തിൽ ചേച്ചി ഒരു നായികയിലോട്ട് എത്തുമെന്ന് ചേച്ചി ഇത്രയെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ട്? ഇല്ല, കാരണം എനിക്കറിയാം എന്റെ സൗന്ദര്യത്തെ കുറിച്ച്. ഞാൻ മീഡിയയിൽ നിന്ന് വിട്ടത് തന്നെ ഈ ആവശ്യമില്ലാത്ത ഗോസിപ്പൊന്നും എന്നെ മകളെ ബാധിക്കരുതെന്ന് വിചാരിച്ചില്ല. ചേച്ചി ഉദ്ദേശിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോയുടെ കാര്യമാണ്. അടുത്ത ദിവസം 9 പത്രത്തിലാണ് വന്നത്. 9 പത്രം. உனக்கும் என்ன பிடிச்சிருக்கா? பிடிக்கல. പൊട്ടട്ടെ, അങ്ങനെ പൊട്ടട്ടെ. കൈയുടെയൊക്കെ അങ്ങ് ശക്തികളെ അടിക്കും. ഞാൻ എപ്പോഴും സ്റ്റേജ് ഷോസിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയും, അനങ്ങാണ്ടിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ പറയും, നിങ്ങളങ്ങ് സർവ്വ ശക്തിയിലെടുത്ത് കൈ അടിച്ച് നോക്കി. ഒരു 10 കൈയുടെയും ഈ സൈഡ് അങ്ങ് ഒതുങ്ങി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അപ്പൊ ഇവിടെ അങ്ങ് ഒതുങ്ങി ഏത് സ്ത്രീകളും ആഗ്രഹിക്കുന്ന, പുരുഷന്മാർ പോലും ആഗ്രഹിക്കുന്ന കുടവയറില്ലാണ്ടിരിക്കാനാണ്, ആകാരമായിട്ട് സൈഡ് ഒതുങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഈ 1-1-3 ഞായറാഴ്ച 9:30 തൊട്ട് 10 വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതോ മനോഹരമായ ശരീര സൗന്ദര്യവും ആകാരവടിവും നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് മാത്രമല്ല, ചിരിക്കുക, ചിരിക്കാം, ചിരിച്ചുകൊണ്ടിരിക്കാം. ചിരിയുടെ പടക്കത്തിന് തിരികൊളുത്താം ഞായറാഴ്ച 9:30. ആദ്യം നമുക്ക് വിളിക്കേണ്ട ഗസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ, ഈ ഗസ്റ്റിനെ കാണുമ്പോൾ നമ്മൾ തന്നെ അത് ചില ഗസ്റ്റുകളെ, ചില വ്യക്തിത്വങ്ങളെ അങ്ങനെയാണ് നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി, നമുക്ക് ഭയങ്കര ചിരി വരും. പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ ആ പ്രിയങ്കരിയിൽ തന്നെയുണ്ട് ഈ സെലിബ്രിറ്റി ഒളിച്ചിരിപ്പുണ്ട്. ഒളിച്ചിരിക്കാൻ പെട്ടെന്ന് നമുക്കൊരു ചെറിയ സ്ഥലത്ത് ഒളിച്ചിരുത്താൻ പറ്റുന്ന ഒരാളല്ല. ഒരിക്കലും കളിയാക്കിയതല്ല കേട്ടോ. നമ്മൾ ചുമ്മാ മനസ്സ് തുറന്ന് നമുക്ക് ഒരാളെ കുത്തി മുറിവേൽപ്പിക്കാത്ത രീതിയിൽ എന്തും പറയാം. പക്ഷെ മനസ്സിലൊന്ന് വെച്ചിട്ട് അവർ നശിച്ചു പോകണമെന്നുള്ള രീതിയിൽ പറയുന്നത് അത് വേറെ, അത് അവരെ ദ്രോഹിക്കുന്ന രീതിയിലാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു മനസ്സോടുകൂടി അല്ല പറയുന്നത്. നീ വരുന്ന ചേച്ചിക്കും മനസ്സിലാക്കാം, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ എന്താ പറയുക, കോമഡി കഥാപാത്രങ്ങൾ, എത്രയോ നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിലായിക്കോട്ടെ സീരിയലിലായിക്കോട്ടെ, ഈ വരവ് കാണുമ്പോൾ തന്നെ നമുക്കൊരാന ചന്തമാണ്. ഇങ്ങനെയുള്ളൊരു വരവുണ്ട്. അപ്പം ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സാരി ആയിരിക്കുമോ, ചുരിദാറായിരിക്കുമോ, ചട്ടയും മുണ്ടുമായിരിക്കുമോ, മുണ്ടും ബ്ലൗസും ആയിരിക്കും, എന്തും പറയാൻ പറ്റില്ല, എന്തും ചെയ്ത് കളയും ഈ കഥാപാത്രം. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം പ്രിയങ്ക ചേച്ചി. നല്ലൊരു കൈഡി കൊടുക്കും നമ്മുടെ പ്രിയങ്ക ചേച്ചിക്ക്. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്താ പറഞ്ഞ, ഞാൻ വരുമ്പോ എങ്ങനെ വരുമെന്ന്, ഏത് ഡ്രസ്സ് വേറെന്തോ ഒരു വാക്ക് പറഞ്ഞു, ഒരു ആനച്ചന്തം. ചേച്ചി ഒന്ന് നടന്നു കാണി ചേച്ചി. അവിടുന്ന് ഞാൻ ഉദ്ദേശിച്ച വരവ്, ആ വരവ് വരണം. ഒരു ആനച്ചന്തത്തില് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം പ്രിയങ്ക. അയ്യോ, ആ മ്യൂസിക് നമുക്കൊരു ജീവിതമുള്ളൂ ചേച്ചി. നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചിയുടെ മനസ്സിൽ ഗൗൺ ഇടാൻ തോന്നുന്നെങ്കിൽ ചേച്ചി ഇടണം. കൊതി തീരാണ്ട് മരിച്ചു പോകുന്നതിലും ഭേദമല്ലേ അത്? അല്ല, എന്റെ ഭർത്താവും കൂടെ പറഞ്ഞു ഇങ്ങനെ ഇട്ട് നടന്നാ മതിയെന്ന്. അത് ഇതിനെന്താ കുഴപ്പം? ഒരു വൃത്തികേടില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഒരു വൃത്തികേടുമില്ല, ഒരു കുഴപ്പമില്ല, ഒരു വൃത്തി. അപ്പൊ ചേച്ചിക്ക് ഒരു കൂട്ടുകാരിയായിട്ട് ഒരു ചേച്ചിയും കൂടെ ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്. ചേച്ചിന്ന് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം ഈ പുള്ളിക്കാരി എന്തും തുറന്നു പറയുകയും വേണമെങ്കിൽ മുഖത്ത് അടി വരെ തരുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല ചേച്ചി, നമുക്ക് ചെയ്യാൻ തോന്നുന്നവരൊക്കെ ഉണ്ടാവും ചേച്ചി, പറയാൻ പറ്റിയല്ലോ. എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാരും അതുപോലെ ആണോന്നില്ലല്ലോ. ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, കിട്ടാതെയൊക്കെ നിന്നാ കൊള്ളാം. ഒരു കാര്യം ചെയ്യാം, ചേച്ചിക്ക് കൂട്ടായിട്ട് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്, ഈ പുള്ളിക്കാരിയെ പറ്റി ഞാൻ ഒത്തിരി ടിവിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കൂടുതൽ അടുത്തിടപഴകാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് 1-1-3 ഓരോ ദിവസങ്ങൾ ഓരോരുത്തരെ പരിചയപ്പെടുകയാണ് ഞാൻ. നമുക്കപ്പോൾ അറിയാൻ പറ്റും 1 മണിക്കൂർ കൊണ്ട് എത്രത്തോളം നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മൂടി വെച്ചാലും വെളിയിൽ വന്നു പോകും. നിങ്ങൾ എത്രത്തോളം വേണ്ട നമ്മൾ റീബയുടെ മുന്നിൽ ചിരിച്ചു കളിച്ച് നിൽക്കാന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും എന്റെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ അറിയാണ്ട് നിങ്ങളായി മാറും. അപ്പൊ നമുക്ക് ഒന്നിച്ച് സ്വാഗതം ചെയ്യാം ദേവി അജിത്. ഓരോരുത്തരെയും പ്രതീക്ഷിക്കാത്ത കോസ്റ്റ്യൂമിൽ നമ്മൾ കാണുമ്പോഴേ
ഞാൻ ഇവിടെ വിചാരിച്ചത് ഒരു ജീൻസ് ടോപ്പ് ഇട്ട് സ്റ്റൈലായിട്ട് അങ്ങനെ ഒരു ലെവലിൽ വരും. ഇവിടെ ഞാൻ മറ്റേ എന്താ പറയാ ചാകര അങ്ങനെ ഒരു വിചാരിച്ചു. ഇതെന്ത് കോലവാ? ഇത് ന്യൂ ജനറേഷൻ ആണ് കുട്ടി. ഇത് നിങ്ങൾ കണ്ടില്ല എന്ന് പറയരുത്. നിങ്ങൾ ഒന്നിച്ച് ഡ്രസ്സിനെ പറ്റി അവിടെ 1 മണിക്കൂർ നേരം സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. പറഞ്ഞേ, സൂക്ഷിച്ച് സംസാരിച്ചോ. ദേവി നിൻ ചിരിയിൽ ഇവിടെ നാണം പാടിയില്ലേ? വരുന്നു. പ്രിയ വെച്ച ഒരുപാട് പ്രിയ, പ്രിയ. പ്രിയ പ്രിയ എത്ര ഓ, പാട്ട്. പ്രിയങ്കേ, പ്രിയങ്കേ. സ്നേഹം കുടുംബം കേടണ്ട. വേണ്ട. ഓ പ്രിയ പ്രിയ എൻ പ്രിയ മതി, പ്രിയ മതി, മതി, മതി. ദേവി നിൻ ചിരിയിൽ. ശരിക്കും. പിന്നെ ദേവി കുട്ടി വേറെ പാട്ടുണ്ടല്ലോ, നമുക്ക് പതുക്കെ പതുക്കെ ഓരോ പാട്ടായിട്ട് ഇടാം. ഇപ്പൊ ഈ 2 ഗസ്റ്റുകളെയും വെച്ച് ഞാൻ മനോഹരമായ എപ്പിസോഡിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. അവരുടെ എന്താ പറയുക നല്ലൊരു സീറ്റ് 2 പേർക്കും ഒന്ന് ചിരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ട്രൈ ചെയ്യാം. ഒരാളുടെ മേത്താണെങ്കിലും കയറിയിരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു സീറ്റ് കൊണ്ട് പോകുന്നതാണ്. അപ്പൊ ഒരു പഴയ പാട്ട് പാടിയിട്ട് അങ്ങ് പോയാലോ? ഓക്കെ, തുടങ്ങാം. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല, അറിയത്തില്ല എന്ന് ഇരിക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന. അപ്പൊ കൂടെ പാടിയല്ലോ. ശ്രുതിയുള്ള പാട്ടല്ലല്ലോ. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി ഒരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ. ബാക്കി പാട്. കൽപ്രതിമയിൽ. കറക്റ്റ്. അതെങ്കിലും കിട്ടിയല്ലേ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നു ഇതിന്റെ മനോഹരമായ 2 സ്ത്രീകൾ വന്നാൽ തന്നെ ആൾക്കാർക്ക് കണ്ണെടുക്കാൻ തോന്നത്തില്ല. ഈ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു പൊക്കമായി പോയോണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ? ഒന്നും തോന്നാറില്ല. പൊക്കമാവാം ഇത്, പക്ഷെ പ്രിയങ്ക ചേച്ചിക്ക് അതെ, ഒരു 6 അടി ഹൈറ്റ് ഉണ്ടോ? അതെ. അതല്ല, അവിടെ പൊക്കമില്ലാത്ത എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ 5-1 ഉള്ളത്. ഞാനൊരു 5-5 കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എത്രയുണ്ട്? ഇത് മിക്കവാറും ഒരു 2 അടി കാണുമായിരിക്കും. എനിക്ക് ഭയങ്കര വിഷമം അതുപോലെ ഇടാത്തതിന്. പക്ഷെ ഹീലുള്ള ചെരുപ്പുള്ളിടത്തോളം കാലം ഒരിക്കലും ഒരു വിഷമം ഞാൻ പക്ഷെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് വിഷമാണ്. എനിക്ക് ഇടാൻ അതിടാൻ പറ്റുമോ അത്? പറ്റില്ല. വേണ്ട, എന്തിനാ ഇടേണ്ടത്? ഇനി അതും കൂടി ഇട്ടിട്ട് ഞാൻ എന്തിനാ രസമല്ലേ അത് ഇട്ട് നടക്കാൻ? അനൂപേട്ടന്റെ പുള്ളിയുടെ വിധി എന്തായിരിക്കും അപ്പൊ? സത്യം ഞാൻ ചോദിക്കട്ടെ, പുള്ളിക്ക് ഭർത്താവിനുണ്ടല്ലോ ചേച്ചിയുടെ ഒപ്പ ഹൈറ്റ് ആണോ അതേ കുറവാണോ? ഒരിത്തിരി കൂടുതലുള്ളൂ, കുറച്ച്. പക്ഷെ റിമി എന്താണെന്നറിയാമോ, ആണുങ്ങൾക്ക് ഹൈറ്റ് ഇല്ല ഉണ്ടെങ്കിലും തോന്നിക്കില്ല. അത് കറക്റ്റ്. നമ്മൾ ഷാരൂഖ് ഖാനും ഐശ്വര്യ റായും കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ വിചാരം ഐശ്വര്യക്കാണ് ഹൈറ്റ് കൂടുതലെന്നാ. പക്ഷെ ഷാരൂഖ് ഖാൻ ഉണ്ട്, പക്ഷെ നമുക്ക് തോന്നുന്നില്ല. അവർ ഹീലും കൂടി, ഈ പൊക്കമുള്ള പെൺകുട്ടികൾ വീണ്ടും ഹീലും കൂടി ഇടുന്ന എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം. അല്ല, അതാണ് എനിക്ക് മനസ്സിലാക്കിയിടത്തോളം. ചേച്ചിയെ പറ്റി പറയാനാണെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട്, ഏത് വർഷം ചേച്ചി പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പറയണ്ട, വർഷം പറയണ്ട, ഒരുപാട് വർഷങ്ങളായിട്ട് 19 വർഷം കൂട്ടി കുഴപ്പമില്ല. 50 19 എന്റെ അമ്മയുടെ പ്രായം പറഞ്ഞു. ഒരിക്കലില്ല. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ചൂടാവാം കേട്ടോ, ആക്രമിക്കാണ്ടിരുന്നാ മതി. അത്രയ്ക്കുള്ള ആരോഗ്യമൊന്നും ഇല്ല ചേച്ചി. ഈ കാണുമ്പോ TV കാണുമ്പോ എല്ലാരും വിചാരിക്കും ഭയങ്കര തടിയാന്ന്. പക്ഷെ നിങ്ങൾക്ക് പക്ഷെ ഇപ്പോഴും TV കാണുമ്പോ എല്ലാരും പറയുന്നത് എന്തൊരു തടിയാന്നാ പറയുന്നത്. പറയാൻ വേണ്ടി അയ്യോ ഇല്ല സുന്ദരിയായിരിക്കുന്നു, മെലിഞ്ഞിരിക്കുന്നു. ദേവി എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി പറയാനാണെങ്കിൽ എത്ര എന്തെങ്കിലും ആയിക്കോട്ടെ, സൗന്ദര്യത്തെ പറ്റി പറയാനാണെങ്കിൽ ഇത്ര സൗന്ദര്യം ശരിക്കും ഈ ഒരു ഡയറക്ടറും ഒപ്പിയെടുത്തിട്ടില്ലല്ലോ എന്ന് എനിക്കൊരു വിഷമമേ ഉള്ളൂ. നമ്മൾ സിനിമയെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ശാപം, ശരി സൗന്ദര്യം ഒരു ശാപമാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക് എപ്പോഴെങ്കിലും? ശരിക്കും നോക്കിക്കേ, ഒരു റിമേ സെന്നിന്റെ ഒക്കെ ഒരു ലുക്ക്. ആരാ? റിമ സെൻ അല്ലേ കുട്ടിയുടെ പേര്? ഈ തമിഴിലൊക്കെ ഉള്ള. ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ആരും ചിന്തിക്കാത്തൊരു വ്യക്തി. തിരിച്ചു പോയി നോക്കൂ. അല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് റിമ സെൻ. വസീകര പാട്ടുകളെ അപ്പൊ പാട്ട് പാടാം. ശരി ശരി ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗെയിം സെക്ഷൻ ഇതാ തുടങ്ങുകയായി. റിയൽ ഗെയിം സ്റ്റാർട്ട് നൗ. വരൂ ചേച്ചി, നിങ്ങളെ കാത്ത് ഇതായിരിക്കുന്നു. അയ്യോ, എനിക്കും വേണം മത്സരം, എനിക്കും വേണം മത്സരം. നമ്മുടെ പ്രേക്ഷകർ പോലും പറഞ്ഞു പോകുന്ന രീതിയിൽ. അതായത് ഈ പഴത്തെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പം നമ്മുടെ മനോരമയുടെ, അതായത് കാനൂസ് തിയേറ്ററിന്റെ പുറകിൽ ഒരു ഫ്രഷ് ആയിട്ട് ഒരു വാഴ ഇങ്ങനെ നോക്കി എന്നെ നോക്കി ചിരിച്ചു നിപ്പുണ്ടായിരുന്നു. ആ വാഴ അറുത്തെടുത്ത അറുത്തെടുത്ത ഫ്രഷ് പഴങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം ഈ പഴങ്ങൾ സാധാരണ ഏറ്റവും ഇഷ്ടം ആനകൾക്കാണ്. പക്ഷെ നമ്മൾ ഒരു ആനയും പറിച്ചു പോവാണ്ട്
വാഴക്കൊലയിൽ നിന്ന് നമ്മൾ തന്നെ ഉരിഞ്ഞെടുത്ത ഒരു അത്രയും ഫ്രഷ് ആയിട്ടുള്ള പഴം എനിക്ക് ആക്രാന്തം ഇത്രേ ഉള്ളൂ. ഇത് ചുരുങ്ങിയ അതായത് 1 മിനിറ്റ് സമയം കൊണ്ട് ആരാണോ ഏറ്റവും കൂടുതൽ പഴത്തൊലികൾ കൈകളിലുള്ള ആരാണോ ഏറ്റവും കൂടുതൽ പഴത്തൊലികൾ കൈകളിലുള്ളിൽ വെക്കുന്നത്, അതായത് ആ പഴത്തൊലിയിനകത്ത് ഒരു ശകലം പോലും പഴക്കഷ്ണം കാണാൻ പാടില്ല. അല്ല, വയറ്റിലോട്ട് കഴിക്കാൻ വേണം. കഴിക്കാൻ വേണം. അപ്പൊ ഇതാ മത്സരം തുടങ്ങുകയാണ്. പിന്നെ ചോറുണ്ടെന്ന് പറയാൻ വയ്യായിരുന്നു. ഊണ് വെച്ചിട്ട് പഴമൊക്കെ ആർക്ക് വേണേലും എപ്പോ വേണേലും എടുക്കാം. നമ്മുടെ ടൈം ഉണ്ട്, 1 മിനിറ്റ് സമയമാണ്. ഇതിലെല്ലാവരുടെയും ഒരു എന്താ പറയാ പ്രതീക്ഷ എന്ന് പറഞ്ഞ പ്രിയങ്ക ആയിരിക്കും. പക്ഷെ തോറ്റു കൊടുക്കാൻ പാടില്ല. ലിപ്സ്റ്റിക്ക് പോകുമെന്ന് കരുതി ദേവി ഒന്നിലും പിന്നിൽ നിൽക്കുന്ന ആളല്ല. മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ ഒരു കിടറൻ സമ്മാനം ഇവരെ കാത്തിരിക്കുന്നു. നമുക്ക് നോക്കാം ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആരാണെന്ന്. ദ ഗെയിം സ്റ്റാർട്ട്സ് നൗ. ഇത് ആന കയറിയാൽ പോലും ഇത്രയും തിന്നാൻ പറ്റൂല. 2 3 4 5 കരുതിക്കൂട്ടി തന്നെ ചോറുണ്ടെന്ന് ചോറുണ്ടില്ലായിരുന്നെങ്കിലോ ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോൽക്കില്ല. 10 പഴമാണ് 1 മിനിറ്റും കൂടെ തീർത്തത്. ഇത് എണ്ണേണ്ട കാര്യം പോലും ഇല്ല. വെറും 2.5 പഴമാണ് തീർത്തിരിക്കുന്നത്. 4 പഴം ഏകദേശം പകുതി പോലും തീർക്കാൻ പറ്റില്ല എന്നൊരു വിഷമം എനിക്കുണ്ട്. പഴം പോലെ അല്ലേ? The winner is Priyanka. അപ്പൊ ശരിയായില്ല. മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ ഒരു കിടലൻ സമ്മാനമാണ്. രൂപ അനുസരിച്ച് മത്സരം വെച്ചത് അങ്ങനെയൊന്നുമില്ല. തോറ്റു കഴിയുമ്പോ പല അഭിപ്രായങ്ങൾ. ഞാൻ എന്ത് കഷ്ടപ്പെട്ടാറിയാവോ? ഒരു പഴം തിന്നണ ഞാനാണ് ഇത് മാത്രം തിന്നു കൂട്ടിയത്. ഇനി ഞാനും ചേച്ചിയും കൂടെ ഒരു മത്സരം വെച്ചാൽ പോലും എനിക്ക് പറ്റത്തില്ല. ചേച്ചിയുടെ അടുത്ത് നിൽക്കാൻ പറ്റും. ഇനി ചേച്ചി ഒരു മത്സരത്തിൽ റെഡിയാണോ? ഞാൻ ജയിക്കട്ടെ. ഇനി ചേച്ചി ഒരു മത്സരത്തിൽ റെഡിയാണോ? വേറെ വല്ല ഡിഷും കൊടുത്ത് വെക്കരുത്. ഈ പഴം എത്ര നേരം തിന്നും മനുഷ്യൻ. വേറെ എന്തെങ്കിലും സ്വാദുള്ള കട്ട്ലൈറ്റ് ആണ് വല്ലതും കൊണ്ടുപോയി. ഇല്ല, സമ്മാനം മേടിച്ചിട്ട് പോ. പഴമായിട്ട് ഞാനില്ലേ. കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ ഒരു സമ്മാനമാണ്. ഞാൻ പോയി എടുത്തിട്ട് വരാം. അപ്പൊ ഒരു കാര്യം ചേച്ചി തിരിഞ്ഞ് ഇങ്ങോട്ട് നിന്നോട്ടോ. അയ്യോ വല്ല മുളകോ പച്ചമുളകോ കരിവേപ്പിലേക്ക് അത് തരുമോ? അങ്ങനെ പറയല്ലേ ചേച്ചി. ചേച്ചി കൂടെ ഹെൽപ്പ് ചെയ്ത് ചേച്ചി. എന്റെ തന്നെ ഒരു പുസ്തകമാണിത്. ഈ പഴം തിന്നേന്, ഈ പഴം മുഴുവൻ ഞാൻ തിന്നേന്. ഇത് നിസ്സാരമായിട്ട് കണക്കാക്കരുത്. നോക്ക്. അയ്യോ റിമിത്തോ, അത് കണ്ടില്ല. റിമിറ്റോമിന് കാക്കത്തൊള്ളായിരം തമാശകളൊന്നും അങ്ങനെ പുച്ഛിക്കരുത്. ഞാൻ എത്രയോ രാത്രികൾ കാക്കത്തൊള്ളായിരൊക്കെ മാഞ്ഞു പോയി. കാക്ക തമാശ അതല്ല, ഞാൻ എത്രയോ രാത്രികൾ ഉണ്ണാതെ ഉറങ്ങാതെ ഇരുന്ന് ആലോചിച്ച് കൂട്ടി എന്റെ തമാശകള്. ചേച്ചി അങ്ങനെ പുച്ഛിക്കരുത് ചേച്ചി. പഴം തിന്നിട്ട് ചേച്ചി ഇത് പഴം തിന്നാണ്ട് പോലും ആൾക്കാർ ഇത് ബുക്ക് സ്റ്റോറിൽ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. അത്രയ്ക്ക് വിപണിയിൽ ഇത് ഇല്ല. ഭാഗ്യം. ഇത്ര വർഷം ഞാൻ ജനിച്ചതിന് ഒരു കാര്യം വിഷമിപ്പിക്കണ്ട ചേച്ചി. ഒരു കാര്യം, മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ ഒരു സമ്മാനം പുറകിരിപ്പുണ്ടോ ഇവിടെ? മിസ്റ്റർ ബട്ട്ലേഴ്സ് പ്രോ 101 ഇൻഡക്ഷൻ കുക്കറാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കൈയടി. 10 പഴം തിന്നാൽ എന്താ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 113 നമ്മൾ എന്താ പറയാ നമ്മുടെ രസകരമായ ഗെയിം സെക്ഷന് ശേഷം വീണ്ടും നിങ്ങളുടെ
ഭർത്താവിനെ കുറിച്ച് വാചാലയാവാൻ വാചാലം എൻ മൗനവും നിൻ മൗനവും വേറെ ഒന്നും കിട്ടിയില്ല. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? എൻ്റെ കല്യാണം ഇപ്പോൾ സെക്കൻഡ് മാരേജ് ആണ് എൻ്റെ. അറിയാം ചേച്ചി, അറിയാം. കാരണം ചേച്ചിക്ക് പറയാനും കാണും അതിനെപ്പറ്റി. കാരണം ഇന്നാണ് ഈ സംഭവം ആദ്യമായിട്ട് ഞാൻ അറിയുന്നത്. കാരണം എല്ലാവരും അതെ, ഞാനൊന്നും അറിയണം. ഞാൻ ഇന്ന് അറിയുന്നത്. ഞാൻ കല്യാണം കഴിച്ചു എന്നോ? അല്ല, അല്ലല്ല, സെക്കൻഡ് മാരേജ് ആണെന്ന് പറഞ്ഞപ്പോ അത് എന്താന്നും കൂടെ നമ്മൾ കാരണം പറയുന്നോട് കുഴപ്പമില്ലല്ലോ ചേച്ചി. എന്താ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ചിലര് എന്താ പറയാ ജീവിച്ചിരിക്കുമ്പോ തന്നെ ഡിവോഴ്സായി പ്രശ്നങ്ങൾ കാരണം കല്യാണം കഴിക്കുന്നവരുണ്ട്, ഓരോരോ സാഹചര്യങ്ങൾ. പക്ഷെ ചേച്ചിയുടെ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കാണ് നമുക്ക് ആ ടോപ്പിക്. അത് പോയി എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 15 years ആയി. 15 കൊല്ലമായി. നമ്മളിപ്പോ ആര് മരിച്ചാലും നമ്മൾ അതിനോട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റഡ് ആവും. ബിക്കോസ് ഇറ്റ്സ് ലൈഫ്, യു നോ ഇംഗ്ലീഷ്. സോ ചോദിക്കാം. എന്നാലും ദ കാർ എന്ന് പറഞ്ഞ സിനിമ കാണാത്തവരായിട്ട് ആരുമില്ല. ആ സിനിമ ഒരു എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉള്ള ജയറാമേട്ടന്റെ പടമായിരുന്നു അല്ലേ? ജയറാമേട്ടന്റെ പടമായിരുന്നു. ഈ കാറ് തന്നെ ഒരു എന്താ പറയാ, കാറ് തന്നെയായിരുന്നു പ്രശ്നം. അതൊരു എന്താണ് അറം പറ്റുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഡയലോഗ് പോലും ഉണ്ട്. ഈ കാർ നിന്നെയും കൊണ്ടേ പോകുള്ളെന്ന് 3 സ്ഥലത്ത് ഒരു ഡയലോഗ് ഉണ്ട് അങ്ങനത്തെ. ഈ അതായത് ഒരു വേണ്ടാത്തൊരു അറം പറ്റുക എന്ന് പറയില്ലേ. ചില വാക്കുകൾ കറക്റ്റാ. നമ്മൾ തന്നെ പിന്നെ അത് സംഭവിച്ചു കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത്. നമ്മൾ അറിയാണ്ട് തമാശയ്ക്ക് പറഞ്ഞു പോകുന്ന ഒരു കാര്യമായിരിക്കാം. ഈ കാറിന്റെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ നിങ്ങൾ രണ്ടുപേരുമായിരുന്നു അല്ലേ ചേച്ചി? ഞങ്ങളുടെ അജിത്ത് എന്ന് പറഞ്ഞ ചേട്ടനും കൂടിയായിരുന്നു. അപ്പൊ ഈ ലൊക്കേഷനിൽ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അജി മുങ്ങും. വൈകിട്ടാകുമ്പോഴേ കാശ് കൊടുക്കണ്ടേ. പ്രൊഡ്യൂസറെ ആകുമ്പോ അതിന്റെ ബുദ്ധിമുട്ട്. ശരിക്കും ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടു ആ സിനിമ ചെയ്തത്. അതിനുശേഷം എപ്പോഴെങ്കിലും ഒരു പടം പിടിക്കാൻ വേണ്ടി ചേച്ചി? അയ്യോ ദൈവമേ. അല്ല, ആ പടത്തിന് സാമ്പത്തികമായിട്ട് കിട്ടിയിട്ടുണ്ടോ? കിട്ടി, പൈസ മുടക്കി. ആ വണ്ടിയും കൂടെ പോയി, ആള് പോയി, ധനനഷ്ടം. ആ വണ്ടി ഭയങ്കര എന്തോ വിലപിടിപ്പുള്ള എന്തോ വണ്ടി അങ്ങനെ എസ്റ്റിമായിരുന്നു. ആ കാറിൽ തന്നെയാണ്. അജി മാത്രമല്ല, എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സന്തോഷ് ഇളമ്പൽ. രണ്ടുപേരും ഒരേ ഏജ് ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അപ്പോൾ 2 വയസ്സായ കുട്ടികളായിരുന്നു രണ്ടുപേർക്കും. അതൊരു എന്താ പറയാ, ഇല്ല ചേച്ചി, എന്താ പറയാ, പടം പ്രൊഡ്യൂസർ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാ. അത്ര കഷ്ടപ്പെട്ടു ആ സിനിമ ചെയ്യാൻ, അത്ര കടവുമായി. അതുകൊണ്ട് നമുക്ക് പക്ഷേ എനിക്ക് ഭയങ്കര പാഷൻ ആക്ടിങ് പണ്ട് മുതലെയാണ്. ആ ചേട്ടനെ കണ്ടുമുട്ടിയതൊക്കെ എങ്ങനെയായിരുന്നു? ചെറിയൊരു ലവ്, ബിക്കോസ് അത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അവർക്ക് തിയേറ്റർ ആയിരുന്നു അജിക്ക്. അപ്പം ഞങ്ങൾ ആകെയുള്ള തിയേറ്റർ അവിടുത്തെ വട്ടിയൂർക്കാവിലെ. അപ്പോൾ സിനിമ കാണാൻ പോയി ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്നത് അജിയാണ്. അല്ല, ഓർമ്മകൾ എപ്പോഴും നമുക്ക് ഒരു സ്നേഹത്തോടെയുള്ള ഓർമ്മകളാകുമ്പോൾ അതൊരു സുഖമുള്ള ഓർമ്മകൾ തന്നെയാണ്. അപ്പം അങ്ങനെ വലിയ പ്രണയമൊന്നുമില്ല. അജി ഭയങ്കര നാണക്കാരനായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടറിൽ അമ്പലത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ വെളിയിറങ്ങി നിൽക്കുക. അപ്പം അങ്ങനത്തെ കണ്ടുമുട്ടലുകൾ. പിന്നെ അത് വീട്ടുകാർ തന്നെ തീരുമാനിച്ചു. ചേച്ചി, പിന്നെ ഓരോരുത്തർക്കും നമ്മൾ എത്രയൊക്കെ തടഞ്ഞു വെച്ചാലും ഓരോ വിധിയുണ്ട്. ആ ചേച്ചിക്ക് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടായി. അതാണ് ചേച്ചിയുടെ ഇപ്പോഴും ചേച്ചി ജീവിതത്തിൽ വിജയിക്കാനുള്ള കാരണം അതാണ്. പക്ഷേ ശരിക്കും എനിക്ക് നെർവ് അറ്റാക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ഹിസ്റ്റീരിയ എന്നൊരു സംഭവം അതിനുശേഷം ആ ഏജിൽ വന്നിട്ട് ഇപ്പോഴും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറ്റ്സ് എ നെർവ് അറ്റാക്ക്, ഹാർട്ട് അറ്റാക്ക് പോലെ. ഇറ്റ്സ് എ നെർവ് അറ്റാക്ക്. നെർവ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് അങ്ങനെ മാറും. നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കണ്ടിന്യൂ ചെയ്യണം. ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം. പക്ഷേ അത് ടേപ്പർ ചെയ്ത് ഞാൻ വളരെ കുറച്ചാണ് ഇപ്പം ഡോസ് കഴിക്കുന്നത്. ആ ഒരു ഹിസ്റ്റീരിയ കാരണം ഞാൻ പലപ്പോഴും ആൾക്കാർ എന്നെ വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ. എന്നുവെച്ചാൽ അത് മരുന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മരുന്ന് കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഭയങ്കര ഇമോഷൻ കൂടിയാൽ നമുക്ക് ബൈപ്പോളർ ഡിസോർഡർ പോലെ മരുന്ന് കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇമോഷൻ കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് മരുന്ന് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരുമാതിരി നമ്മൾ ബിഹേവ് ചെയ്യും. പണ്ടൊക്കെ ഞാൻ വീട്ടിലെല്ലാം വലിച്ചെറിയായിരുന്നു. എനിക്ക് ഒന്നും ഓർമ്മയില്ല. എൻ്റെ അമ്മ ഡയറി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം മരുന്ന് കഴിച്ചോ ചേച്ചി, നമ്മളൊരു തമാശയാക്കി എടുക്കുന്നുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ ഡയറി ഉണ്ട് അമ്മയുടെ കയ്യിൽ. ഞാൻ അത് കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാവുന്നത് 2 ദിവസം കഴിയുമ്പോൾ. അതായത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അച്ഛനെ ചവിട്ടിയിട്ടുണ്ട്, എല്ലാം ഇറങ്ങി പൊട്ടിച്ചിട്ടുണ്ട്, ഇറങ്ങി ഓടിയിട്ടുണ്ട്. അത് പണ്ട് ആ സമയം. ഇപ്പോൾ പിടിക്കണ്ട. ഇല്ല ചേച്ചി, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു. ചേച്ചി ഒന്ന് കൂളാക്കാൻ വേണ്ടി പറഞ്ഞു. എനിക്കിതൊന്നും പറയാൻ ഒരു വിഷമമില്ല. ബിക്കോസ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ഒരു മരുന്ന് എൻ്റെ ആ ഒരു ബിഹേവിയർ പലരും വേണ്ടാത്ത രീതിയിൽ പല സ്ഥലത്തും എനിക്കറിയായിരിക്കും. ചേച്ചി ഉദ്ദേശിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രിങ്ക്സ് കഴിച്ചു പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഞാൻ 5 വർഷം ഞാൻ ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞില്ലേ. ഞാൻ ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട്. അത്ഭുതം തോന്നുന്നില്ല. ഇല്ല, ഇന്ന് പലരും എത്രയൊന്നും അല്ല. ഐ തിങ്ക് ലൈക്ക്
എല്ലാവരും ഒളിച്ചു ചെയ്യുന്നു. ഞാൻ എപ്പോഴൊക്കെയോ പരസ്യമായിട്ട് ചെയ്തതായിരിക്കും. സൊസൈറ്റിയെ പേടിച്ചിരുന്നില്ല പണ്ട്, അതായിരുന്നു പ്രോബ്ലം. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കില്ല, ഇങ്ങനെ 10 പേര് കാണും. ബിക്കോസ് ഇസ് വെരി ഓപ്പൺ. ഇപ്പോഴും അതെൻ്റെ പ്രശ്നം, ഓപ്പണാണ് ഭയങ്കര ഞാൻ. അപ്പോൾ അങ്ങനെ, പക്ഷെ ആ 5 വർഷം ഞാൻ കഴിക്കാറില്ല, നിർത്തി വെച്ചു. ഈ പ്രോബ്ലം ഉണ്ടായ സമയത്ത്? ആ സമയത്തൊന്നല്ല, ഞാൻ മീഡിയ ക്വിറ്റ് ചെയ്ത് 5 വർഷം ഞാൻ ഡ്രിങ്ക്സ് തൊട്ടിട്ടില്ല. ആ സമയത്താണ് എന്നെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് പിടിക്കുന്നത്. സോ അതെനിക്ക് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചെയ്യാത്ത കാര്യം. ഞാൻ കുടിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു കുടിക്കാറുണ്ട്. പക്ഷെ ആ 5 വർഷം ഞാൻ കുടിക്കാതിരുന്നപ്പോൾ തലേ ദിവസം മേടിച്ച കാറായിരുന്നു. അമ്മ തലേ ദിവസം മേടിച്ച കാറായതുകൊണ്ട് അത് ഒരു ഇനോവ ലൈറ്റും ഹോണും ഇല്ലാതെ വന്നിട്ട് തലകുത്തൻ മീൻസ് ഉൾട്ട ലൈക്ക് അങ്ങനെ ആയിപ്പോയി. അപ്പോഴും എന്നെ പുറത്തെടുത്തപ്പോൾ എനിക്ക് ഒരു മുറിവൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ മറ്റേ പ്രശ്നം തുടങ്ങി. എൻ്റെ കയ്യിൽ മരുന്നില്ല. അപ്പം ഞാൻ അപ്പോഴും പറയുന്നത് ആ വീഡിയോ കണ്ടറിയാം, അതിനകത്ത് ഞാൻ കള്ള് കുടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ കുഴ പറഞ്ഞതായിട്ടോ അല്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയുടെ കാറ് അതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അത് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിനകത്ത് ഒരു കള്ള് കുടിച്ച രീതിയിൽ ഞാൻ പെരുമാറിയിട്ടില്ല, ഞാൻ കള്ള് കുടിക്കുന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു വെപ്രാളമായിപ്പോയി. പക്ഷേ വിത്തിൻ 10 മിനിറ്റ്സ് എന്നെ സഹായിച്ച ആ സ്ത്രീ എന്നെ വിളിച്ച് പറഞ്ഞു, ACV-കാരെ എന്നെ കൊണ്ട് വീട്ടിൽ ഇരുത്തി വെള്ളം തന്നു, അതൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ അവർ തന്നെ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ മീഡിയയിൽ നിന്ന് വിട്ടത് തന്നെ ഈ ആവശ്യമില്ലാത്ത ഗോസിപ്പൊന്നും എന്നെ മകളെ ബാധിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. അച്ഛനില്ല, പിന്നെ മകളെ ബാധിക്കുന്നത് മിക്സസ് മോള് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അപ്പോൾ മകളെ ബാധിക്കരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ മാറി നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ ദേവി അജിത്ത് എവിടെ എന്ന് ഇങ്ങനെ അങ്ങനെ വരിക, എന്നിട്ട് അതിനെ യൂട്യൂബിലിടുക, എന്തെന്ന് കാര്യം. അടുത്ത ദിവസം 9 പത്രത്തിലാണ് വന്നത്, 9 പത്രത്തിൽ. അപ്പോൾ എനിക്ക് ഞാൻ 3 ദിവസം കിടന്നുപോയി ആ ഒരു ഷോക്കിൽ. ഇഞ്ചക്ഷനൊക്കെ ആയിരുന്നു പഴയ അന്ന്. അതെല്ലാം മാറി ഞാൻ വളരെ മരുന്ന് കുറച്ചിരുന്ന സമയത്താണ് സംഭവിച്ചത്. പക്ഷേ 3ാമത്തെ ദിവസം എൻ്റെ മോളുടെ ക്ലാസ്മേറ്റ്സ്, അതായത് ബോയ്സ് ഉണ്ട്, മിക്സഡ് സ്കൂളിലാണ് പഠിക്കുന്നത്, എനിക്ക് അതായിരുന്നു ടെൻഷൻ. അവർ തന്നെ വന്ന് പറഞ്ഞു, ആൻറ്റി ഒന്നുമില്ല, ഞങ്ങൾക്ക് ആൻറ്റി അറിയില്ലേ. അപ്പം നന്ദനയ്ക്ക് ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞാൻ റിക്കവറായിട്ട് പിന്നെ ഞാൻ അഹങ്കരിച്ചു. റിമി 9 പത്രത്തിൽ വരുമോ, റിമീര വന്നിട്ടുണ്ടോ എന്തെങ്കിലും ന്യൂസ്? ഒന്ന് ആലോചിച്ചു. ഞാൻ അപ്പോൾ തമിഴിൽ അഭിനയിച്ചില്ല. ദിനതന്തി, ബാംഗ്ലൂർ ടൈംസ്, ദുബായ് ടൈംസ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, മനോരമ, മംഗളം, മാതൃഭൂമി, കേരളകൗമുദി, ഇത്രയും പേപ്പറിൽ വരിക എന്ന് വെച്ചാൽ ഐശ്വര്യ റായ് പോലും വരില്ല. അല്ല, സോ ഞാൻ ആലോചിച്ചത് എന്ത് ഇഷ്ടമാണ് ആൾക്കാർക്ക് എന്നെ കുറിച്ച് അറിയാൻ. അല്ലേ, റിമി ഒന്ന് ആലോചിച്ച് നോക്ക്. ചുമ്മാ ആരെങ്കിലും പോയി ഒരു സാധാരണ നോർമൽ ഒരു നടിയോ കോമ്പയറോ എന്തെങ്കിലും ചെയ്താൽ അവർക്കൊന്നും ഒരു ന്യൂസ് ആക്കാൻ ഇതാവില്ല. അപ്പം ന്യൂസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി, സത്യം. അത് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അറിയാൻ ഇത്ര ആകാംക്ഷ എന്തിന്? റിമി ആ സമയത്താണ് എനിക്ക് ഈ പ്രപ്പോസൽ വരുന്നത്, സെക്കൻഡ്. അപ്പോൾ അതിൽ അശോക് ഞാൻ വേണ്ടെന്ന് വെച്ചു, മാട്രിമോണി വഴി വന്നതാണ്. അപ്പോൾ ഞാൻ വേണ്ട എന്ന് വെച്ചാൽ പുള്ളി ആർമിയിൽ കേണലാണ്. അപ്പോൾ വേണ്ട എന്ന് വെച്ച സമയത്താണ് പുള്ളി പറഞ്ഞത്, ഐ എം ഗോയിങ് ടു ഐ എം സോ പ്രൗഡ്, മലയാളം വലുതായിട്ട് അറിയില്ല പുള്ളിക്ക്, ഐ എം സോ പ്രൗഡ് ദാറ്റ് ഐ എം ഗോയിങ് ടു മാരി എ ഫേമസ് പേഴ്സണാലിറ്റി. അങ്ങനെയാ പുള്ളി പറഞ്ഞത്. പുള്ളി പറയായിരുന്നു, ഞാൻ എത്ര പേരെ കൊണ്ടിടിച്ചിട്ടുണ്ട് കള്ളു കുടിച്ചിട്ട്, പക്ഷെ എൻ്റെ ഇന്നും പേപ്പറിൽ വന്നില്ല. സോ ഐ എം സോ പ്രൗഡ് ദാറ്റ് ഐ എം ഗോയിങ് ടു എ ഫേമസ് പേഴ്സണാലിറ്റി. ഇത്രയും വലിയ ആർട്ടിസ്റ്റ് ആയിരുന്നു. എടുക്കാൻ പറ്റുന്ന ഒരു ഭർത്താവിനെ പിന്നെ കിട്ടി എന്നുള്ളതാണ് ചേച്ചിയുടെ. അദ്ദേഹം കാരണമാണ് ഞാൻ തിരിച്ചു വന്നത് സിനിമയിലേക്ക്. അത്രയ്ക്ക് വേണ്ട, ഒരു വിവാദമാകുമ്പോ ഒരു തട്ടിൽ അങ്ങനെ കയറാൻ അനുവദിക്കണ്ട. നമ്മളും കുറച്ച് ചെറിയ ആളല്ലാതെ പറഞ്ഞു കൊടുക്കുകയും നമ്മളൊട്ടും മോശക്കാരില്ലല്ലോ പറഞ്ഞു. അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ, ഇപ്പൊ ദേവി പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരിക്കലും നല്ല കാര്യങ്ങൾ ഒരിക്കലും അധികം പുറത്തു വരാറില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള മൈനസ് കാര്യങ്ങളെ വരുള്ളൂ. എനിക്കിപ്പോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് പ്രസവം ഉണ്ടായി 5 വയസ്സുള്ള കുഞ്ഞുണ്ട്, അതൊക്കെ ഓക്കെ. ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന്റെ ഒരു മറുപടിയായിട്ട് വന്നൊരു 6 വർഷത്തിന് ശേഷം അതിനെക്കുറിച്ചൊന്നും പത്രത്തിലൊന്നും അധികം വാർത്ത വരില്ല. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെയുള്ള എന്തെങ്കിലും ആൾക്കാർക്ക് രസം തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ. ഇപ്പോൾ എനിക്ക് കേസ് വന്ന് ഞാൻ കേസിൽ ജയിച്ചു, എനിക്ക് ഇത്രയും സിനിമാ നടിയുടെ ചുറ്റപ്പെട്ട് പൈസ ചേച്ചി തട്ടിയെടുത്തല്ലേ, അതൊക്കെ അങ്ങനെയൊക്കെ പറയുന്നല്ലേ. അപ്പൊ അത് തിരിച്ചത് അങ്ങനെയല്ല, തിരിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്നും നടന്നിട്ടില്ല, എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു, ഇതൊന്നും പത്രത്തിലോ വരില്ല, ഒരിക്കലും വരില്ല. പത്രക്കാർ നമ്മൾ കുറ്റം പറയുന്നില്ല. ഈ അനുപേടനെ പറ്റി പറയാനാണെങ്കിൽ നല്ല സുന്ദരനായ ഒരു പയ്യൻ, ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നിധി എന്ന് എനിക്ക് തോന്നിപ്പോയേക്കുന്ന
ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചി കിട്ടിയ ഏറ്റവും വലിയ നിധി എന്ന് തോന്നിപ്പോയേക്കുന്ന ഒരു ചേട്ടനാണ് അനുവേട്ടൻ. ഈ പുള്ളിയുടെയും ഫാമിലിയുടെയും ചേച്ചിയുടെ അമ്മയുടെയും ആ ഒരു സമയത്തെ ഈ ന്യൂസ് വന്നപ്പോഴത്തേക്കുള്ള ആ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുള്ള. അല്ല, അന്ന് അനൂപ് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞില്ല, അതിനുശേഷമാണ്. അതാണ് വിവാദങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ഓർക്കണം, എല്ലാരും അറിയണം. ഞാൻ തെറ്റേരി അല്ലാത്തോണ്ടാണ് അങ്ങനെ എന്നെ കല്യാണം കഴിച്ചത്. തീർച്ചയായും അവരുടെ കുടുംബം എന്നെ അംഗീകരിച്ചു. എല്ലാവർക്കും ഒരു നല്ല ഭർത്താവിനെ കിട്ടണമെങ്കിൽ ഒരു വിവാദം ഉണ്ടാകും. ചേച്ചി, ഇവിടെ ഒരു കോടീശ്വരി വന്നിട്ടുണ്ട്. നമ്മൾ കോടീശ്വരി എന്നല്ലേ മുമ്പിൽ ഇത് ലോക്കൽ കോടീശ്വരി, ഇതൊന്നും ഒരു കോടീശ്വരിയാണോ? ഇതിന് യഥാർത്ഥ കോടീശ്വരി വന്നിട്ടുണ്ട് അല്ലേ? സാധാരണ നമ്മൾ കോടീശ്വരി എന്നേ കേട്ടുള്ളൂ. ഈ കോടീശ്വരി പൈസ ആയിട്ടല്ല വന്നിരിക്കുന്നത്. നൃത്തദേവതയെ മനസ്സിൽ ധ്യാനിച്ച് നൃത്യങ്ങളുമായിട്ട് നിങ്ങളെ സന്തോഷവതികളാക്കുവാൻ ഇതാ വരുന്നു നിങ്ങളുടെ മുന്നിൽ കോടീശ്വരി. ಶಂಕರ ರುದ್ರತಾಂಡವ ಭರತನಾಟ್ಯ ಕರಗೆ ಕಾರ್ತಿಗೆ ಈಶ್ವರ
മോളെ സൂപ്പർ, എന്റെ ദൈവമേ. ഓ, പാട്ടായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ അതിന് ഭാഷ ഒരു പ്രശ്നമല്ല എന്ന് ഈ കുട്ടി തെളിയിച്ചിരിക്കുകയാണ്. കാണുന്നവരുടെ കണ്ണിൽ ഒരു സാക്ഷാൽ ഏതോ ദേവി ഇവിടെ വന്ന് ഇറങ്ങി വന്ന് ഡാൻസ് ചെയ്തൊരു ഫീൽ ആയിരുന്നു എനിക്ക്. അത്ര കിടലൻ എനർജറ്റിക് ആയിട്ടുള്ള ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ്സും, അത് മാത്രമല്ല ഈ സംഭവം വെച്ച് ശ്വാസം മുട്ടായിരുന്നു. മോളെ പിടിച്ച കോടീശ്വരി, കാരണം കൊച്ചിന്റെ പേര് കോടീശ്വരി എന്നാണ്. മോളെ കോടീശ്വരി, ഓ தமிழ் தெரியும். ஓகே ஓகே, எனக்கும் கொஞ்சம் கொஞ்சம் தெரியும். இது வந்து കേരളയിൽ வந்து இப்படி ஒரு ப்ரோக்ராம் பார்த்திருக்கா എപ്പോഴും? എവിടെയെങ്കിലും பார்த்திருന്നിട്ടുണ്ടോ? മോൾ ഒരിക്കലും பார்த்திരിക്കേണ്ട ആളല്ല. മോൾ ഇനി കൂടുതൽ നോക്കി, ഈ സ്റ്റേജ് ഷോസ് നിറയെ സ്റ്റേജ് ഷോസ് കേരളയിൽ കിടക്കും. இந்த ഈ ടിവി പ്രോഗ്രാം பார்த்திருக்கிறது അപ്പുറം. கடவுளே, എനിക്ക് വാക്കുകളില്ലേ. അത്ര സൂപ്പർ പെർഫോമൻസ്. ஏதாவது தேவி നേരിട്ട് വന്ന് இந்த സ്റ്റേജിൽ ഒന്നും பிரத்யட்சപ്പെട്ട மாதிரி அத்தர சூப்பர் பெர்ஃபார்மன்ஸ். தேங்க் யூ மேடம். நீங்க பாராட்டுற இந்த பாராட்டுல எல்லாம் ஈஸ்வருக்கு தான் போய் சேரும். கடவுளே, இந்த மாதிரி ஒரு சொல்லு நான் என் ஜென்மத்து கேட்டதில்லை குட்டி. ரெண்டு பெருமையான ஆൾക്കാർ இங்க நிக்கிறது பாத்திருக்கா? அவர் ஒரு வாட்டி என்னை பற்றி நல்ல வாட்டி சொல்லிச்சு இல்லையா? ஓள நீ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞേ, ഒരു വാട്ടി കൂടി சொல்லு. எல்லாருமே இந்த blessing கொடுக்கறதால என்ன நீங்க பாராட்டுனது சாக்ஷாத் அந்த ஈஸ்வருக்கு தான் போய் சேரும். சிவாஜி கணேசன் சார் சொல்லுற மாதிரி சொல்லியாச்சு புள்ளை. எனக்கு இந்த அளவுக்கு வாய்ப்பு கொடுத்த இந்த வாய்ப்பு மேடிச்சிட்டோம் எവിടെന്നെങ്കിലും. ஓகே, எனக்கு தெரிஞ்ச பாஷையில நான் சொல்றேன். இல்ல குட்டி, நான் கொஞ்சம் காமெடி நீங்க அത്ര. எனக்கு இந்த வாய்ப்பு கொடுத்த இந்த சேனலுக்கு ரொம்ப ரொம்ப நன்றி. அதே மாதிரி என்னை புரிஞ்சுக்கிட்டு இந்த அளவுக்கு கூட்டு வந்த என்னோட ஹஸ்பண்டுக்கு ரொம்ப ரொம்ப நன்றி. அதே மாதிரி என் குட்டியும் இருக்கு. அவன் தான் எனக்கு ரொம்ப ஹெல்ப் பண்ணுவான். அங்க ஹஸ்பண்ட் சுந்தரநாயக் ஹஸ்பண்ட், நீங்க வட்டம் இங்க அது நீங்க தான் உண்டாக்கியது. அது கொண்டு வா உள்ள வச்சிருக்கா, எடுத்துட்டு வாங்க. அந்த குட்டி தங்க குட்டி சின்ன குட்டி செல்ல குட்டி வா, அம்மா குட்டி வா. அம்மா பெர்ஃபார்மன்ஸ் குட்டிக்கு புள்ளைக்கு எப்படி பிடிச்சிருக்கா? பிடிச்சிருக்கு. ஐயையோ பிடிச்சிருக்கு, உனக்கும் என்ன பிடிச்சிருக்கா? பிடிக்கல. நல்ல கண்ணா சின்ன கண்ணா, நீங்க இந்த சேச்சியை பிடிக்கலன்னு அல்ல சொல்லுது, இந்த அக்கா. ஐயையோ பிடிச்சிருக்கா சாக்லேட், உனக்கு உன்னை பிடிச்சிருக்கா? കണ്ണേ ഇല്ല, ഇത് 3 വാട്ടി. അപ്പോഴെങ്കിലും ചേച്ചിക്ക് ഒരു നല്ല ഉത്തരം തരണം കേട്ടോ. അയ്യോ പിടിച്ചിരിക്ക, ഉനക്ക് എന്നെ പിടിച്ചിരിക്ക. ഇല്ല அது என்ன புள்ள? இது நல்லா இல்ல நீங்க வளர்த்தியது. அவனுக்கு வந்து கேர்ள்ஸ்னா அவ்வளவு பிடிக்காது. அஜித் சார்னா ரொம்ப பிடிக்கும். நான் அஜித் ரொம்ப ஃப்ரெண்ட், சூப்பர் ஸ்டார் அஜித். நான் சின்ன സെയിം ഏജ്. എന്നോട് ഫ്രണ്ട് അജിത്ത്. இந்த രണ്ട് ചേച്ചിമാരെയും പിടിക്കത്തില്ലല്ലോ? എന്നെ ഇങ്ങോട്ട് വേണ്ട, കൊച്ചിനും പറയാൻ പറ്റുന്നില്ല. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കൊച്ചിന് നോക്കിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ താങ്ക് யூ so much for coming here. அந்த வட்டம் இங்க கொஞ்சம் கொடுக்கும், நம்ம திரும்பி தருவேன். இதுக்கு அப்புறம் கொஞ்சம் கேம் பண்ணணும் இங்க வச்சிட்டு. நான் யூஸ் பண்ணதுக்கு அப்புறம் நல்லா തിരിച്ചു തരുവാ. ഓക്കെ, அங்க ഭാര്യ ഭർത്താവ് കുട്ടി കുളന്ത എല്ലാരും അங்க പോയി വെയിറ്റ് பண்ணுங்க. വാ കുളന്തകളെ വാ, ശരിയാക്കി തരുന്നുണ്ട്, വരൂ. ഇത് നിസാര ജോലിയല്ല, ഇത് നമ്മള് ഇവിടെ ഇട്ടിട്ട് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇത് എങ്ങനെ കറങ്ങും അല്ലേ? കറങ്ങും ഇത്. റിമി ആദ്യം കാണിച്ചു തരണം. അല്ല, ഇത് പ്രിയങ്ക ചേച്ചിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത്. ആ വശത്ത് ഒത്തിരി ഇതങ്ങനെ നിന്ന് കറങ്ങാനും ഈ ചക്രത്തിനും ഇഷ്ടം ഏകദേശം ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. പ്രൈസ് ഉണ്ട്. ചെറിയ കോമ്പറ്റീഷൻ നടത്താൻ പോകുകയാണ്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ എങ്ങനെയാ മോളെ? ഇതെങ്ങനെയാ? അത് ഇത്രേ ഉള്ളൂ. നമ്മൾ കുടീന്റെ സ്കിറ്റ് കണ്ടിട്ടില്ലേ? നമ്മൾ കള്ളുടിയും ബൈജുവിന്റെ സ്കിറ്റ് അന്ന് പറഞ്ഞു ഇത് ഉദ്ദേശിച്ചേക്കുന്നത്. ഇത് ശരിക്കും മഹത്തായ ഒരു കല കൊച്ച, അത്രയും അതിന്റെ വരുമാനമാണ്. അതിനെ ഒരിക്കലും കളിയാക്കുന്നതല്ല. പക്ഷെ ഇത് ഇവർക്ക് പറ്റുമോ ഇല്ലയോ? ഇവരൊക്കെ പുച്ഛമായിരുന്നു ആ ഡാൻസ് കണ്ടത്. ട്രൈ ചെയ്തു. ആരാണ് ഇത്തിരിയെങ്കിലും നേരം കളിക്കുന്നത്?
കാതിൽ ഒരുകിനുയിരായിരിക്കും ശങ്കര രുദ്രതാണ്ഡവ ഭരതനാട്യ ഈശ്വര അവിടെ പറ്റത്തില്ല. അതിന് പറ്റുമോ? ആദ്യം ഡാൻസ് മാത്രം, അതിനുശേഷം അതിന്റെ ഡാൻസ്. ഭാരതവേദമുடன் நளின நாட்டியமிட அசைந்தது பதமிது ஈசா சிவனின் வேதனையை அவனித்தாயறிய உரைத்தது பரதம் மகேஷா ഇതേ ഞങ്ങൾക്കൊന്നും അനായാസേന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇതൊക്കെ ദൈവസിദ്ധമായി ഓരോരുത്തർക്ക് പറഞ്ഞു വെച്ചേക്കുന്ന ഒരു സംഭവം. ഇത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചെന്ന് വെച്ചാൽ മോള് ചെയ്തേക്കുന്ന അത്രയും വലിയൊരു കാര്യമാണെന്ന് ഞങ്ങൾക്ക് ജനങ്ങളെ ഒന്ന് കാട്ടി കൊടുക്കണമായിരുന്നു. എന്നാലും തമിഴ് ഭേദം തൊമ്മി എന്ന നിലയിൽ നമുക്ക് മനസ്സിലാവുന്നു. മലയാളം ചേച്ചി പഠിപ്പിച്ചു തരാം കേട്ടോ. തമിഴ് ഭേദം തൊമ്മി വിന്നർ ഈസ് ദേവി. ഒരു സമ്മാനം നമുക്ക് മോള് തന്നെയും കൊടുക്കാം അല്ലെ? ദേവിക്ക് സമ്മാനം കൊടുക്കാം. ഓക്കെ, മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ ഒരിക്കൽ കൂടി അവർ നൽകുന്നു മനോഹരമായ Pro 101 ഇൻഡക്ഷൻ കുക്കർ. നിങ്ങൾതാ എന്താ ചേച്ചിക്ക് കൊടുക്കണം ഗിഫ്റ്റ്. നല്ലൊരു കൈയുടെ. എനിക്ക് തോന്നുന്നു ലൈക്ക് ഷീ ഡിസേർവ്സ് മോർ ദാൻ മീ അല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഇത് உங்களுக்கு என்னோட gift. ഇவ்வளவு ടാലന്റ് என்னோட gift. ഓ, അത് വലിയ നല്ല കാര്യം. അല്ല, അങ്ങനെ കൊടുക്കാൻ ഇപ്പൊ പ്രിയങ്ക ചേച്ചിക്ക് പറ്റുമോ? ഇല്ല സോറി, ഒരെണ്ണം ആ കുട്ടിക്ക് വീട്ടിൽ ആവശ്യമുള്ളൂ. എന്തിനു വെറുതെ രണ്ടെണ്ണം കൊടുത്ത് വേസ്റ്റ് ആക്കണം? അല്ല, അതല്ലെന്ന് ഇപ്പൊ കൊടുക്കാനല്ല പറഞ്ഞ. അങ്ങനെ ഒരു വലിയ മനസ്സ് ചേച്ചി കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റും, പക്ഷെ സാധനം കൊടുക്കില്ല. ഞാൻ പഴം 10 പഴം കഷ്ടപ്പെട്ട് തിന്ന് മേടിച്ചെടുത്ത് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തി. ഇനി അതല്ല, നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ നമ്മളൊരു എത്തി നോട്ടം നടത്തുകയാണ്. അതായത് ഞാൻ ഉദ്ദേശം മാന്യമായി എത്തി നോട്ടമാണ് ഉദ്ദേശിച്ചത്. ഇത്രേ ഉള്ളൂ. ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ മിമിക്രിയിൽ, അതായത് സ്ത്രീകൾ ഒരുപാട് മിമിക്രിയിൽ അങ്ങനെ ഒത്തിരി പേരില്ല. തമാശ രംഗത്ത് ഒത്തിരി വർക്ക് ചെയ്യുന്ന ഇപ്പൊ ഒത്തിരി പേര് വരും. പക്ഷെ ഇത്രത്തോളം വർഷങ്ങളുടെ വിശ്വസ്തയുടെ സേവന പാരമ്പര്യമുള്ള ഒരു കലാകാരി എന്ന നിലയ്ക്ക് ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഐറ്റം, അതായത് ഒരു സ്റ്റാറിനെ അനുകരിക്കാനാണോ കാവ്യമാധവനെ കാണിച്ചാൽ മതി? അയ്യോ, കാണിക്കാൻ പറ്റില്ല, വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കേണ്ടി വരും. ഇനി ചേച്ചിക്ക് എന്തെങ്കിലും ഐറ്റം കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താണ് എല്ലാം ഡബിൾ മീനിങ്ങിൽ എടുക്കുന്നത്? അവൾക്ക് അറിയില്ല, അതുകൊണ്ട് ചിരിച്ചതാ. ഓക്കെ, അപ്പൊ ഈ പാട്ടിന് എന്തോ സംഭവമാണ് നമുക്ക് ചോദിക്കാം. ഡാൻസ് അറിയാം അല്ലേ? അതിന്റെ ഇതിലൂടെ നമ്മൾ വരുന്നുണ്ട്. അപ്പൊ അവിടെ സ്കോർ ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഇതെന്താ പാട്ടിന് എന്താ ചേച്ചി പറയുന്നത്? ഏതക്ഷരം എപ്പോ ചോദിച്ചാലും പാടും. ഓ, അത് ശരി. അത് ആർക്കെപ്പോഴും ചോദിക്കാം. ചോദിച്ചാലും ജലശംഖു പുഷ്പം അത്രേ പറ്റുള്ളൂ. ഋതുഭേദ കൽപ്പന വേഗം ചോദിച്ചോ, സമയം തരരുത് എനിക്ക്. എന്റെ ബുദ്ധി വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുക. പോണതയ്യ പോരെ. സമയം തരരുത്. പാവച്ചൊരു കാര്യം പറയട്ടെ. ഈ അത് ഞാൻ എഴുതിയ പാട്ടാ. കാരണം എന്താ വെച്ചാൽ വിവരമുള്ള ഒരാൾ ഇന്ന് ഒരു വെച്ച് പാട്ട് എഴുതിയിട്ടില്ല. റിവ്യൂ പാടിയിട്ടുണ്ടോ? ഉണ്ടോ? പറ. നിങ്ങൾ പറയണ അക്ഷരം വെച്ച് വെച്ച് എഴുതിയിട്ടുണ്ടോ? വെച്ച് എഴുതിയിട്ടുണ്ടോ? അതെന്റെ ഞാൻ എഴുതി ഞാൻ ആക്കിയ പാട്ടാണത്. എന്റെ അവതരിപ്പിച്ചിട്ട് എന്തെങ്കിലും രീതിയിലുള്ള മോശമായ ഒരു മോശമല്ല. കാരണം ഒരു സ്റ്റേജിൽ ഇങ്ങനെ അവതരിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വെച്ച് പാടാൻ പറഞ്ഞു. മഴയില ഞാൻ പാടി. യക്ഷബാഷ്പത്തിനിടയിൽ പയ്യൻ അവിടെ നിന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു പാട്ടില്ലെന്ന്. മോൻ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. ഞാൻ വരുത്തി സ്റ്റേജിൽ. നീ വെച്ച് പാടിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. അവൻ പാടത്തെ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഒരു പാട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇത് ഞാൻ എഴുതിയത്. കാരണം വിവരവും വിദ്യാഭ്യാസവും അഥവാ അറിയാം അതുണ്ട്. വെച്ച് തന്നെ പാടണേ. ഇത് പറഞ്ഞപ്പോ സ്റ്റേജിലെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ ഈ ലാസ്റ്റ് ഈ എവിടെയായിരുന്നു ലിനു ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേജിൽ ഈ ലാസ്റ്റ് ഞാനൊരു പ്രോഗ്രാമിന് ചെന്നപ്പോ ഈ മായാമോഹിനി എന്നുള്ള പാട്ടിന് ഞാൻ എപ്പോഴും ഒരു ചേച്ചി എന്റെ അനൂപ് ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ. എന്റെ ഹസ്ബൻഡ് അപ്പൊ പിന്നെ തെളിവുണ്ട്. ഈ മായാമോഹിനിയിൽ എപ്പോഴും ഞാൻ ഒരു ചേച്ചിയെ വിളിച്ചിട്ട് പങ്കെടുപ്പിക്കും. ഇവർക്ക് സമ്മാനം കൊടുക്കും. മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രിയെ വിളിച്ച് സമ്മാനം. ഇതെന്റെ ഒരു സ്ഥിരം ശൈലിയാണ്. അപ്പൊ ഞാൻ
ഓഡിയൻസിനകത്തിരിക്കുന്ന ഒരു ചേച്ചിയെ വിളിച്ചു, ഏത് സ്ഥലം ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ, കൊട്ടാരക്കര. അപ്പോൾ അവിടുത്തെ ഒരു പ്രശസ്തമായ അമ്പലം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു ചേച്ചി നല്ല വൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു മാതാ അമൃതാനന്ദമയുടെ ഒരു രൂപത്തിൽ അങ്ങനെ ഇരിക്കുന്നു. നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും, നമുക്ക് ബഹുമാനം തോന്നുന്ന ഒരു ചേച്ചി. അപ്പൊ ചേച്ചി ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ കാണിച്ചു. ചേച്ചി പറഞ്ഞു ആ ചേച്ചി ഇങ്ങനെയാണ് നിന്ന്, ഒരിക്കലും കളിയാക്കുമല്ല കേട്ടോ, ഒരിക്കലും കളിയാക്കുമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ജീവിതത്തിൽ എക്സ്പീരിയൻസ് ആയി പോയത്. അപ്പൊ ഞാൻ ചേച്ചിയോട് ചേച്ചി ഇത്രയെങ്കിലും ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, കാരണം എല്ലാവരും ആരും എൻ്റെ അടുത്ത് വന്നാലും ഇങ്ങനെയൊക്കെ നിൽക്കുകയുള്ളൂ. പിന്നെ എനിക്കറിയാം ഇവര് ഊണ്ട് വിളയാടുമെന്നുള്ള എനിക്കറിയാം. ആ ഒരു കോൺഫിഡൻസ് ഞാൻ ഉള്ളിൽ കൊതി വിടരുന്ന് തുടങ്ങി. അപ്പൊ ഈ ചേച്ചിക്ക് ഒരു വ്യത്യാസമില്ല, പാടില്ല എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാനോർത്ത് ചിലപ്പോൾ ചില ചേച്ചിമാർക്ക് ചിലപ്പോൾ ഡിസ്ക് പ്രശ്നം അങ്ങനെയൊക്കെ ആയിരിക്കും. അവസാനം ഈ പകുതി പാട്ട് കഴിയുമ്പോഴത്തോട് ചേച്ചിക്ക് അങ്ങ് എന്തൊക്കെയോ ഈ അനുവേടനൊക്കെ ഉണ്ടാ പരിപാടിക്ക്. അപ്പം ഇങ്ങനെ ഫ്ലൂട്ട് ഇങ്ങനെ എടുത്തു അപ്പൊ ഞാനിങ്ങനെ ഫ്ലൂട്ട് വായിക്കും, തബല വായിക്കും. അപ്പൊ ഇതൊക്കെ എന്നെ കാണിക്കുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഓഡിയൻസ് ഭയങ്കര കയ്യടി. ഈ ചേച്ചി ഫ്ലൂട്ട് അതിനുശേഷം ഈ ചേച്ചി എന്നെ തിരിഞ്ഞാ നിൽക്കുന്നത്, വേറെ ആർക്കും കാണത്തില്ല, ചേച്ചിയുടെ ഫേസ് കാണത്തില്ല. ചേച്ചി ഫ്ലൂട്ട് വെച്ചിട്ട് കണ്ണു മുഴിച്ച് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്തോ പ്രശ്നമാണ്. ചേച്ചിക്ക് ശരിക്കും പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചിയായിരുന്നു. അപ്പൊ കമ്മിറ്റിന്ന് ഒരാൾ പറഞ്ഞു റിമി ഓടിക്കോ. അതാണ് എന്നോട് ഹസ്ബൻഡ് പറഞ്ഞത്. അനു പറഞ്ഞത് റിമി ഏത് വഴിക്ക് ഓടി പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ അവര് ഇങ്ങനെ ഓടി വരുന്നുണ്ട്, റിമി അതിന്റെ മുമ്പിൽ ഞാനൊരു കടുങ്കൈ ചെയ്യാൻ പോവാ. നിങ്ങൾ ആരും ഒന്നും പറയരുത്. കാരണം ഷാരൂഖ് ഖാൻ ഈ കുട്ടിയെ എടുത്ത് പൊക്കിയെന്നോ അത് പറഞ്ഞ കേട്ടു, ഭയങ്കര വെയിറ്റ് ആണെന്നും പറയട്ടെ. അപ്പൊ ഈ ആളെ എടുക്കണം ഭയങ്കര സ്നേഹം കൂടിയിട്ടാ. പറ്റില്ല, ഞാൻ ആഗ്രഹിച്ചാ പിന്നെ അത് തകർക്കാൻ പോവില്ല. ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ഞാൻ ആഗ്രഹിച്ചാ വരും. ഞാൻ ക്രെഡിറ്റ് ഷാരൂഖ് ഖാന്റെ പേര് മാത്രം വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാ. അതായിക്കോട്ടെ, ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. ഷാരൂഖ് ഖാൻ തും പാസ് ഇങ്ങനെയല്ലേ എടുത്തേ, ഞാൻ ഇങ്ങനെ എടുക്കാം. എങ്ങനെ? എന്റെ അമ്മയൊക്കെ എന്നെ എടുത്ത പോലെ കൊച്ചിൽ വിചാരിച്ച പോലെ അയ്യോ, ഇത് വിചാരിച്ച പോലെ ഷാരൂഖ് ഖാൻ എങ്ങനെ എടുക്കാം? നാണം കെടുത്താൻ വേണ്ടിയാണ് എന്നെ എടുക്കാൻ പോയത്. അത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല. ഷാരൂഖ് ഖാൻ എടുത്തെങ്കിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്റെ ജീവിതത്തില് ഒരു പെണ്ണ് ഇതേപോലെ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞ് എന്നെ എടുക്കണമെന്ന് ഇനി ആരോട്ട് പറയാനും പോകുന്നില്ല, ഇനി ആരോട്ട് എടുക്കാനും പോകുന്നില്ല. ആ ഒരു ക്രെഡിറ്റ് എന്നും പ്രിയങ്ക ചോപ്ര, അല്ല പ്രിയങ്ക അനൂപിന്റെ പേരിൽ മാത്രം. നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇവിടെ? ഇവിടെ ഒരു മരുന്ന് കഴിക്കാത്ത ഒരാളെ നിപ്പുണ്ട്. ഇവിടെ മരുന്ന് കഴിച്ചിട്ട് യാതൊരു പ്രയോജനമില്ലാത്ത ഒരാളെ നിപ്പുണ്ട്. പിന്നെ ഇവിടെ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. രണ്ടൊരു പാട്ട് വേണ്ടേ നമുക്ക്? ഓക്കേ, ഞാനല്ലാണ്ട് മറ്റൊരു കായികയായിരുന്നു. പരിപാടി അയ്യോ പെട്ടെന്ന് തീരരുത്. ഒന്ന് മൂന്ന് എല്ലാവരുടെയും പ്രാർത്ഥനയാണത്. അയ്യോ തുടങ്ങിക്കോ. தில்லானா தில்லானா நீ தித்திக்கின்ற தீனா திக்கு திக்கு நெஞ்சில் தில்லானா மஞ்ச காட்டு மைனா என கொஞ்சி கொஞ்சி போனா திக்கு திக்கு நெஞ்சில் தில்லானா 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 நான் தித்திக்கின்ற தீனா திக்கு திக்கு நெஞ்சில் தில்லானா கண்ணி வச்சதும் நீ தானா கட்டை போட்டு நான் கப்பங்கட்டு நாமம் சொன்னானா தில்லானா தில்லானா நீ தித்திக்கின்ற தீனா திக்கு திக்கு நெஞ்சில்